നിന്റെ നാവ് ശ്രദ്ധിക്കണം, അനാവശ്യ വാക്ക് പറയാൻ പാടില്ല, അന്യരെ കുറിച്ച് അഭിമാനശതം വരുത്തിക്കൊണ്ടുള്ള വാക്കുകൾ പറയാൻ പാടില്ല, ഈബത്ത് പറയാൻ പാടില്ല, നബീമത്തിൽ ഏർപ്പെടാൻ പാടില്ല, നിന്റെ കാത് കൊണ്ട് മോശപ്പെട്ട വാക്കുകൾ കേൾക്കാൻ പാടില്ല. സുബഹിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഫനായും ഫസാദും പറയാ കവലിരുന്നിട്ട്. ഉള്ളതല്ലേ മുസ്ലിയാരെ പറയുന്നതാണ്, ഉള്ളത് പറയുന്നതിനാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയുന്നത് കളവ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ പറയുന്നത് മുഴുവൻ ഉള്ളതാ മുസ്ലിയാരെ. ഉള്ളത് പറയൽ, അവരെ കുറിച്ച് അവനില്ലാത്തപ്പോൾ ദൂഷണം പറയുക, അതാണ് പരദൂഷണം. അത് തെറ്റാണ്. അയാളുടെ അസാന്നിധ്യത്തിൽ അയാളെ കുറിച്ച് നീ എന്തിനാ പറയുന്നത്? അവനെ കുറിച്ചുള്ളതാകുന്ന മോശത്തരം പറയൽ അത് കുറ്റമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച നിന്റെ നന്മകളെ അവന് എഴുതപ്പെടും. അല്ലാഹു ആക്കട്ടെ. നിന്റെ കയ്യിൽ നന്മയില്ല എങ്കിൽ എന്ത് ചെയ്യപ്പെടും? അവന്റെ തിന്മകൾ നിന്റെ മേൽ ചുമത്തപ്പെടും. അല്ലാഹു ആക്കട്ടെ. അവന്റെ തിന്മകൾ മുഴുവൻ നിന്റെ തലയിലോട്ട് ഓൾറെഡി തിന്മയിലാണ് നിൽക്കുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു തന്റെ തിന്മയും കൂടെ വന്നാൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ആവശ്യമില്ലാത്ത വർത്താനം